ഗ്ലോബൽ ടാലന്റ് വിസയെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 6-7 മാസത്തെ ഒരു ജേർണി ആയിരുന്നു ഇത്. ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് ഒരു ഗ്ലോബൽ ടാലന്റ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ആളല്ലാത്തതുകൊണ്ട് തന്നെ അത്രയും സമയം എനിക്ക് എടുത്തിരുന്നു. ഒരു 1 year ഒക്കെയാണ് സോളിസിറ്റർ ഫേമിലൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്ന ഒരു ടൈം പീരീഡ് അത്രയാണ്. കാരണം ഇതിന് അത്രയും പേപ്പർ വർക്ക്സ് ഉണ്ട്. ശരിക്കും ഒരു 80% വർക്ക് എന്ന് പറയുന്നത് എൻഡോഴ്സ്മെന്റ് കിട്ടുന്ന ലെവലിലുള്ള വർക്കാണ്, നമ്മളെ പ്രൂവ് ചെയ്യാന്നുള്ള ഒരു സംഭവം. ദെൻ സെക്കൻഡ് സ്റ്റേജ് മാത്രമാണ് വിസ എന്ന് പറയുന്നത്. 80% ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ അത് ഉറപ്പാണ് നമുക്ക് വിസ കിട്ടും എന്നുള്ളതാണ്. ഇനീഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ആളായിരിക്കണം. അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രൂഫ്സ് നമുക്കുണ്ടായിരിക്കണം. എൻഡോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇട്ടിരുന്നത് 2nd Aprilലാണ്. ഏകദേശം 12 weeks ആണ് ഇപ്പോൾ UK ഗവൺമെന്റ് ഇതിന്റെ ഒരു ടൈമിംഗ് പറയും ഡിസിഷന് വേണ്ടി. അതിന്റെ അപ്രൂവലും കഴിഞ്ഞിട്ട് ദെൻ ഒരു 2nd July ആയപ്പോഴാണ് നമുക്ക് എൻഡോഴ്സ്മെന്റ് കിട്ടിയത്. ഈ ഒരു 22nd Julyയിലാണ് വിസ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്രൂവ് ആയി കിട്ടുന്നത്. ഞാൻ നോക്കുമ്പോൾ 2nd, 22nd ഇങ്ങനെയൊക്കെ പോവാണ്. ഈ ഒരു വിസ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ വിസയേക്കാളും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു UK വിസയാണ്. പ്ലാൻ ചെയ്ത് ഓൾറെഡി ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെ വേഗത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. യൂട്യൂബിലെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, USA ഒരു ലേഡി അവർക്ക് USA ഗ്ലോബൽ ടാലന്റ് വിസ കിട്ടിയ ഒരാൾക്ക് 10 days കൊണ്ടിട്ടാണ് നമ്മുടെ UKയുടെ ഒരു വിസ എക്സെപ്ഷണൽ ടാലന്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതല്ല നമ്മൾ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞ് പയ്യെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി വരുന്ന ഒരാളാണെങ്കിൽ ഏകദേശം 1 yearന് മേലെ എടുക്കും. എൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ അതിൽ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കൽ കുറേ കാര്യങ്ങൾ ഡിഫിക്കൽട്ട് വരുന്നു, കുറേ കാര്യങ്ങൾ ഈസി വരുന്നു. നമ്മൾ ആ ഒരു അപ്ലൈ ചെയ്ത് അതിനൊരു 10 daysനുള്ളിൽ 10 working daysനുള്ളിൽ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യണം. അത്രയും ദിവസം നമുക്ക് പിന്നെ കിട്ടുള്ളൂ ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ കേസിൽ 12 weeks ആണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ 12 weeksനുള്ളിൽ ചിലർക്ക് 8 weeksൽ കിട്ടും, ചിലർക്ക് 24 hours കിട്ടും, ചിലർക്ക് 1 weekൽ കിട്ടും. ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. ഡാൻസ് ആയിരുന്നു എൻ്റെ ഫീൽഡ്, അതുകൊണ്ട് തന്നെ ആർട്സ് കൗൺസിൽ ഓഫ് ഇംഗ്ലണ്ട് ആണ് എൻ്റെ എൻഡോഴ്സ്മെന്റ് ബോഡി വരുന്നത്. ദെൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു എൻഡോഴ്സ്മെന്റ് ബോഡി ഉണ്ട്, അപ്പോൾ അത് വേറെ ഫീൽഡുകളിലുള്ളതാണ്. ഈ ഒരു വിസ ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ്. ഇഫ് അവർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ലീഡർ ആണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് പ്രൂഫായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യാം, പല കമ്പനീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതെല്ലാം നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി അതിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഇത് രണ്ടും കൂടെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് രീതിയിലും ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിസയായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഏത് ചെറിയ ഡോക്യുമെന്റ് ആണെങ്കിലും കളക്ട് ചെയ്ത് വെക്കുക. നമ്മൾക്ക് ആകെ കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രമേ അപ്ലോഡ് ചെയ്യാം, അതിനും ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ ഏതൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് പറ്റുമോ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് മാത്രം അപ്ലൈ ചെയ്ത് വിടുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ കൺഫർമേഷൻ ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ഏതൊക്കെ വെക്കണം ഏതൊക്കെ വെക്കേണ്ടെന്ന് വളരെ കുറച്ച് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വിസയെ പറ്റിയിട്ട് പറയുന്ന വീഡിയോസ് വളരെ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാലും നമുക്ക് അങ്ങനെ ഒരു വീഡിയോ മലയാളത്തിൽ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ.